ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്നോ പുഡിങ് അതുപോലെ മഞ്ഞ് പോലുള്ള ഒരു പുഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചൈന ഗ്രാസും ജെലാറ്റിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നല്ലൊരു മണ്ടത്തരം ഇതിലത് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് പഞ്ചസാര അതുപോലെ മുട്ടയാണ്. 1/2 കപ്പ് പഞ്ചസാരയും 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാരയുടെ പകുതി ആദ്യം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു പഞ്ചസാരയുടെ പകുതി അഥവാ 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബാക്കി വന്ന 1/4 കപ്പ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ സ്പൂൺ ഇട്ട് ഇളക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് മെൽട്ടായി വരും. നമ്മൾ നേരത്തെ പ്ലം കേക്കിനൊക്കെ ചെയ്തില്ല അതുപോലെ തന്നെ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരുപാട് കരിഞ്ഞു പോകരുത്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലരൊക്കെ കാരമലൈസ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കളറൊക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ചെറുതായിട്ടൊരു പത വരും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വരണം. അപ്പോൾ തന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കുക. അതായത് ആവി കയറ്റാനുള്ള ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. നല്ല ചൂടായിരിക്കും. അപ്പോൾ കയ്യിലൊന്നും ആവാതെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അങ്ങ് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ വരും കാരമലായിട്ട്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റായി വരും. അതുകൊണ്ട് തന്നെ ചൂടോടുകൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആ സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മഞ്ഞ ഈ ഒരു പുഡിങ്ങിന് ആവശ്യമില്ല, വെള്ള മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാൻ വെള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള അതായത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊന്നും വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു തുള്ളി പോലും വെള്ളം പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പതപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 2 മുട്ടയും ഞാൻ വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ടയുടെ മഞ്ഞയും ഈ ഒരു വൈറ്റിലേക്ക് പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ എഗ് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 1 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ പതഞ്ഞു വരും. അല്ലാത്തവർ ഇതുപോലുള്ള വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് കുറച്ച് നേരം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ മുന്നേ ഒരു അമൃതം പൊടിയുടെ കേക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ഇടാതെയുള്ള കേക്കായിരുന്നു. അപ്പോൾ ഇതുപോലെ പതപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുട്ടയുടെ വെള്ളയെ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എഗ് ബീറ്ററൊന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ചെയ്യാൻ പറ്റും, പക്ഷെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്കിത് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല ഒരു ക്രീം പോലെയായിട്ട് വരും. നല്ല സ്റ്റിഫായിട്ട് കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം നമ്മുടെ എഗ് വൈറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ചേർക്കുക, താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ ഏലക്കാപ്പൊടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഈ മുട്ടയുടെ വെള്ള പതപ്പിച്ചത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ അടപ്പില്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള ഒരു ഫോയിൽ വെച്ചിട്ടാണ് അടക്കുന്നത്. സ്റ്റീലിൻ്റെ അടപ്പാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് അങ്ങ് അടച്ച് വെക്കാൻ പാടില്ല, ചെറിയ ഗ്യാപ്പ് വേണം. അപ്പോൾ ഞാൻ ഫോയിലിൽ ഇതുപോലുള്ള ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും പുറത്തേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. കുക്കറിൽ ഇതുപോലെ അടിയിലൊരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചാൽ മതി. ഇത് കുക്കറിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്
അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പുഡിംഗ് മിക്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാധാ ആവിപാത്രം ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ആവിപാത്രം ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 വിസിൽ വന്നു. ഇനി ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്വയറോ വെച്ചിട്ട് ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ സ്ക്വയർ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ നോക്കുന്ന പോലെ തന്നെ നമ്മുടെ പുഡിങ് സെറ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ചൂടോടുകൂടി മാറ്റുമ്പോൾ നിങ്ങൾക്കിത് വിട്ടുപോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര കളറ് കിട്ടിയിരുന്നില്ല. കണ്ടില്ലേ, ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫോട്ടോയിലൊന്നും അത്ര ഭംഗിയുമില്ല. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബൗളിൽ തന്നെ അത്യാവശ്യം കാരമൽ അങ്ങനെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കിയിട്ട് മെൽട്ടാവുമല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ് കൂടിയാണ്. ചൈന ഗ്രാസും അതുപോലെ ജലാറ്റിനും ഒന്നും ചേർക്കാതെ ഉള്ളത് പുഡിങ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, ഞാനിത് ആവിപാത്രത്തിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കുന്നുണ്ട് ഇതൊന്ന് കുക്കായി വരാനായിട്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ പെട്ടുപോയെന്ന് വെച്ചാൽ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ ഇതിൻ്റെ മുഴുവനായിട്ട് വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു കട്ടിങ് പ്രോസസ്സ് ചെയ്തതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Oh, no, 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 no. Oh, no. 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 അപ്പോൾ ആ ഒരു നല്ലൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പെട്ടെന്നൊന്നും ആലോചിച്ചില്ല. അത് നന്നായിട്ട് സെറ്റായി. അത് നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആണെങ്കിലും പുറത്ത് നല്ല ഹാർഡായി മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഡിങ്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത മണ്ടത്തരം എന്ന് പറയുന്നത്. ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കറിയാം, മനസ്സിലാവും. ഞാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അതങ്ങനെ തന്നെ നമ്മളിത് കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും കാണിക്കാതെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ആൾക്കാരും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ അബദ്ധം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരും തന്നെ ഈ ഒരു അബദ്ധം കാണിക്കാതെ ചെയ്യുക. അപ്പോൾ നല്ലൊരു പുഡിങ് തന്നെയാണ്. എനിക്ക് ചൂടോടുകൂടി കഴിക്കുന്നതിൽ നല്ല ഇഷ്ടമായത് ഇതൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നി. അപ്പോൾ വളരെ സിമ്പിളും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്